ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മഖന ദോശയാണ്. മഖന എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. താമരയുടെ വിത്താണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കാറുണ്ട്, അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ, അതായത് ജസ്റ്റ് സോട്ടേ ചെയ്തിട്ട് സ്നാക്കിന്റെ സമയത്ത് വെറുതെ കണ്ണി കണ്ടത് കഴിക്കണ്ട പറഞ്ഞിട്ട് അത് ടോസ് ചെയ്ത് കഴിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാറുണ്ട്. വരൂ നമുക്ക് കാണാം എങ്ങനെയാണ് അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. അതിന്റെ കൂടെ തന്നെ ഞാനൊരു ഗാർലിക് ചട്നിയും കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വരൂ നമുക്ക് തുടങ്ങാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് നെയ്യിലുണ്ടാക്കിയാൽ നന്നായിരിക്കും കേട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മഖാന എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. താമരയുടെ വിത്താണ്. ഇപ്പൊക്കെ വളരെ കോമൺ ആണ്. ആദ്യമായിരുന്നു ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാവാണ്ടിരുന്നത്. ഇപ്പൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അതിനെ വെറുതെ ബട്ടറിൽ ടോസ് ചെയ്തിട്ട് പല ഫ്ലേവർ ആക്കിയിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വറക്കണം. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി ബ്രൗൺ കളർ ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, നല്ലൊരു മൂത്ത മണം വരും. അതുവരയ്ക്കും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അതായത് നമ്മളിങ്ങനെ തൊട്ടിട്ടൊന്ന് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പൊടിയണ പോലെ ആവണം. അതാണ് അതിൻ്റെ വറക്കൽ എന്ന് പറയണത്. അപ്പോൾ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു 10 മിനിറ്റ് വറുത്തിട്ടുണ്ട്. അതപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് പൊടിക്കണ സമയത്ത് ഇങ്ങനെ പൊടിയണ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം അതിനെ ഇട്ടിട്ട് മിക്സിയിലെടുത്തിട്ട് പൊടിക്കുക. ഈ പൊടി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാട്ടുള്ളൂ. എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അത് പൊടി കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്രത്തിലിടുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും മക്കാനയുടെ പൊടി നിങ്ങൾക്ക് കിട്ടുക. ഇനി ഈ പൊടിച്ചതിൽ കൂടെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. നല്ലപോലെ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഈ മഖാന ഇപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് 5 പേർക്കും കൂടിയിട്ട് ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടായിരുന്നു. ആ 2 കപ്പോളം മഖാനയ്ക്ക് ഞാനൊരു 1.5 കപ്പോളം ഇത് ചേർത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. തൈര് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പോളം തൈരാണ് ചേർക്കുന്നത്. അധികം പുളി വേണ്ട. ആ തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കുറച്ചൊന്ന് കയ്യിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല പോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മഖാന പൊടി ഉണ്ടല്ലോ, അതങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ പിടിക്കില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കയ്യിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറയണത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴയ്ക്കുക. കുഴച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് എടുക്കുക. അപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല പോലെ അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇതിനെ 2 ക്വാണ്ടിറ്റി ഇതാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒന്നിൽ മാത്രം ഞാൻ റവ ആഡ് ചെയ്യും. ഇനി നമുക്ക് ഗാർലിക് ചട്നി ഉണ്ടാക്കാം. സവാള ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമ്മൾ വറുത്തിടണം അതിലേക്ക്. അതായത് അരയ്ക്കണ സമയത്ത് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യണം കേട്ടുള്ളൂ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ നല്ലോണം ചിലവാവണതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ അരയ്ക്കേണ്ടി വരും എനിക്ക്. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, ജീരകം, അതേമാതിരി തന്നെ വറ്റൽ മുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കരുവേപ്പിലയും മല്ലിയിലയും വേണമെങ്കിൽ ഇടാം. ഞാൻ ഇടാറില്ല പൊതുവെ, അതുകൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഇത് നന്നായി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലേശം മിക്സി ഒന്ന് ഒലുമ്പുക. എന്നിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ലേശം ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ശർക്കരയും പഞ്ചസാരയും ഇടാറില്ല. ഇവിടെ ആർക്കും തന്നെ താല്പര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർലിക് ചട്നി റെഡി. അപ്പം നമ്മുടെ മഖാനയുടെ ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് റവ ഇടുന്നത്. എല്ലാ പോർഷനിലും റവ ഇടുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് അടുത്ത ദിവസത്തേക്കുള്ളതിന് റവ അപ്പിട്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു 1/2 കപ്പോളം റവ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ദോശ കല്ലിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ദോശ ഉണ്ടാക്കിയിട്ട് അപ്പുറം ഇപ്പുറം നെയ്യ് ഒഴിച്ചിട്ട് അപ്പുറം ഇപ്പുറവും നല്ലപോലെ ദോശ മൊരിയിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഖാന ദോശ റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. അതും പ്രത്യേകിച്ചിട്ട് ഈ ഗാർലിക് ചട്നിയുടെ കൂടെ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്തായാലും ഉണ്ടാക്കി നോക്കണം. ബിക്കോസ് കുട്ടികൾക്ക് കൊടുത്താലും നമുക്ക് ആ ഒരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. ചില സമയങ്ങളിൽ കുട്ടികൾ ഇത് കഴിച്ചോളണം എന്നില്ല. നമ്മൾ മഖാനയായിട്ട് കൊടുക്കുന്ന സമയത്ത് കഴിച്ചോളണം എന്നില്ല. അപ്പോൾ എത്ര തന്നെ അതിനെ കൊടുക്കാൻ ശ്രമിച്ചാലും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടം. അത് മാത്രമല്ല, നിങ്ങൾക്ക് നെയ്യ് വേണ്ട, നിങ്ങൾ ഓയിലേ ഉപയോഗിക്കുന്നില്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ദോശകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗാർലിക് ചട്നിയോടെ കഴിക്കുക തന്നെ. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ്
ഒരമ്മ വീട്ടമ്മ കഴിക്കുന്ന സമയത്ത് എന്തായിരിക്കും ആലോചന നിങ്ങൾ പറയൂ? ഒന്നും അല്ല, നാളെ രാവിലെ എന്താ ഉണ്ടാക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ, അതോ നല്ല ചൊരിയുന്ന മഴയും കൂടിയിട്ടായിരുന്നു അന്ന്. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ചിട്ട് സമാധാനമായിട്ട് ഇരുന്ന് അവിടെ കഴിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അറിയിക്കുക കേട്ടോളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.